വൈബ്സിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര് കുസൃതി കുഞ്ഞുണ്ണിയും നാട്ടുകാരും. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ കുഞ്ഞുണ്ണി എന്ന പേരിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുഞ്ഞുണ്ണിക്ക് എന്താണോ പരിപാടി കൂട്ടുകാരെ? കുഞ്ഞുണ്ണി രാവിലെ ആയാൽ ചെമ്മരിയാടിനെ മേയ്ക്കാൻ കുന്നിൻ പുറത്ത് പോകും. ചെമ്മരിയാടിനെ അറിയില്ലേ കൂട്ടുകാർക്ക്? മേ മേ എന്ന് ശബ്ദമുണ്ടാക്കും. അതിൻ്റെ രോമം കൊണ്ട് നമുക്ക് കമ്പിളിയും ഒക്കെ ഉണ്ടാക്കാം. ഒരു ദിവസം കുഞ്ഞുണ്ണിക്ക് ചെമ്മരിയാടിനെ മേய்ച്ചോണ്ടിരിക്കുമ്പോൾ ഒരു കുസൃതി തോന്നി. കുഞ്ഞുണ്ണി എന്തു ചെയ്തെന്നോ കൂട്ടുകാരെ? അവൻ വിളിച്ചു കൂവി, അയ്യോ നാട്ടുകാരെ, ഓടി വരണേ ഓടി വരണേ, പുലി വരുന്നേ പുലി വരുന്നേ. നാട്ടുകാരെല്ലാവരും കുന്നിൻ മുകളിൽ ഓടിക്കയറി. അപ്പോൾ കുഞ്ഞുണ്ണി കൈ കൊട്ടി ചിരിച്ചു. ഹ ഹ ഹ, ഞാൻ എല്ലാവരെയും പറ്റിച്ചേ. നാട്ടുകാർക്ക് ദേഷ്യം വന്നു. അവർ തിരിച്ചുപോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ണി വീണ്ടും ആടിനെ മേയ്ക്കാൻ എത്തി. അവൻ ഇരുന്ന് മടുത്തു. അവൻ അന്ന് ഒപ്പിച്ച അതേ കുസൃതി ആവർത്തിച്ചു. അയ്യോ നാട്ടുകാരെ, ഓടി വരണേ, പുലി വരുന്നേ പുലി വരുന്നേ. ഇത്തവണയും നാട്ടുകാർ ഓടിയെത്തി. പണിയൊക്കെ കളഞ്ഞ് അവർ വീണ്ടും പറ്റിക്കപ്പെട്ടു. കുഞ്ഞുണ്ണി അത് കണ്ട് പൊട്ടി പൊട്ടി ചിരിച്ചു. ഇത്തവണ ഗ്രാമത്തിലുള്ളവർ കുഞ്ഞുണ്ണിയെ ദേഷ്യപ്പെട്ട് തിരികെ പോയി. അങ്ങനെ നമ്മളെ പറ്റിച്ചാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ കൂട്ടുകാരെ? നാട്ടുകാർ മടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു പുലി ഇറങ്ങി കൂട്ടുകാരെ. കുഞ്ഞുണ്ണി ഉറക്കെ കരയാൻ തുടങ്ങി. അയ്യോ നാട്ടുകാരെ, രക്ഷിക്കണേ, പുലി വന്നേ പുലി വന്നേ, എൻ്റെ ആടുകളെ ഒക്കെ ഓടിക്കുന്നേ, എന്നെ രക്ഷിക്കണേ. പക്ഷേ ഇത്തവണ ആരും സഹായത്തിന് വന്നില്ല. കുഞ്ഞുണ്ണി പേടിച്ച് വിറച്ച് കുന്നിൻ മുകളിൽ ഒരു മുക്കിൽ ഒളിച്ചിരുന്നു. വൈകുന്നേരമായിട്ടും കുഞ്ഞുണ്ണി തിരികെ എത്തിയില്ല. നാട്ടുകാരിൽ ചിലർ കുഞ്ഞുണ്ണിയെ കുന്നിൻ മുകളിൽ കയറി തപ്പാൻ തുടങ്ങി. നോക്കുമ്പോൾ അതാ നമ്മുടെ കുഞ്ഞുണ്ണി പേടിച്ച് വിറച്ച് ഇരിപ്പുണ്ട്. നാട്ടുകാരെ കണ്ടപ്പോൾ അവൻ ഓടി എഴുന്നേറ്റ് സങ്കടപ്പെട്ട് ചോദിച്ചു, നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഞാൻ വിളിച്ചതല്ലേ, എന്നിട്ടും ആരും എന്നെ സഹായിക്കാൻ വന്നില്ലല്ലോ. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇപ്പം എൻ്റെ ആടുകളെ ചിലതിനെ പുലി കൊണ്ടുപോയി. പല ആടുകളെയും കാണാനുമില്ല. പിന്നെ ഞാൻ എങ്ങനെ താഴേക്ക് ഇറങ്ങി വരും? കുഞ്ഞുണ്ണിയുടെ കരച്ചിൽ കണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു, എപ്പോഴും നുണ പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കുന്നവർ സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല കുഞ്ഞേ. നമുക്ക് ആടുകളെ കണ്ടുപിടിക്കാം. പോയ ആടുകളെ തീർച്ചയായും തിരികെ കിട്ടും. ഇപ്പോൾ ഇരുട്ടായി. കുഞ്ഞുണ്ണി എന്നോടൊപ്പം താഴേക്ക് ഇറങ്ങി വരൂ. അത് കേട്ട് കുഞ്ഞുണ്ണി സമാധാനത്തോടെ താഴേക്ക് ഇറങ്ങിപ്പോയി. അവൻ ഒരു കാര്യവും തീരുമാനിച്ചു. ഇനി മുതൽ ആരെയും നുണ പറഞ്ഞ് പറ്റിക്കുകയില്ല. അപ്പോൾ ഈ കുഞ്ഞു കഥയിൽ നിന്നും എന്ത് മനസ്സിലായി കൂട്ടുകാരെ? നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ പറഞ്ഞു പറ്റിക്കരുത്. അങ്ങനത്തെ കുഞ്ഞു കുസൃതികൾ ചെയ്യേണ്ട കൂട്ടുകാരെ. സത്യം മാത്രം പറയുക. സത്യം പറയുന്നവരെ എല്ലാവരും സഹായിക്കും. അപ്പോൾ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? പുതിയ കഥയുമായി വീണ്ടും വരാം. അമ്മ വൈബ്സ് കൂട്ടുകാർക്കൊപ്പം. കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.